ദ ജേർണലിസ്റ്റിലേക്ക് ഇന്ത്യ മുന്നണി വളരെ പ്രതീക്ഷയോടെ മുന്നിൽ കണ്ടിരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ്. എന്നാൽ ഫലം വന്നതോടെ ഇന്ത്യ മുന്നണി നേതാക്കൾ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി, വലിയ ഞെട്ടലാണ് രേഖപ്പെടുത്തിയത്. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത അവിശ്വസനീയമായ ഞെട്ടിക്കുന്ന വിജയമാണ് BJPക്കും NDAയ്ക്കും ബീഹാറിൽ ഉണ്ടായത് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളും ഒരേപോലെ പ്രതികരിച്ചത്. കാരണം അവരുടെ കണക്കുകൂട്ടലുകൾക്കൊക്കെ വിരുദ്ധമായി, ഒരു തരത്തിലും യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത വിധത്തിൽ, യഥാർത്ഥ സാഹചര്യങ്ങളോട് ചേർന്ന് നിൽക്കാത്ത വിധത്തിലുണ്ടായ വിധിയാണ് ബീഹാറിൽ ഉണ്ടായത് എന്ന നിലപാടിൽ രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും ഉറച്ചു നിൽക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടായതിന് പിന്നാലെ രാഹുൽ ഗാന്ധി പേടിച്ചു പട്ടായയ്ക്ക് പോയി എന്നൊക്കെ രാജ്യത്തെ വിവിധ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് വ്യാപകമായ പ്രചാരണങ്ങൾ ഉണ്ടായപ്പോഴും രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിലായിരുന്നു. KC വേണുഗോപാലും അജയ് മാക്കനും അടങ്ങുന്ന കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളുമായി ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സുദീർഘമായ ചർച്ചകളാണ് നടന്നത്. എന്തുകൊണ്ടാണ് ബീഹാറിൽ ഇത്രയും വലിയ തോൽവി ഉണ്ടായത്? SIR നടപ്പാക്കിയതിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പായിരുന്നു ബീഹാറിലേത്. അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് വോട്ടർമാർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു. ഈ പുറത്താക്കപ്പെട്ട ലക്ഷക്കണക്കിന് വോട്ടർമാരിൽ 99% ഇന്ത്യ മുന്നണിയോട് ആഭിമുഖ്യമുള്ളവരോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലും ഇപ്പോഴും ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്നവരോ ആണ് എന്ന ഗുരുതരമായ ആരോപണം പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ആരെയൊക്കെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയത്, എന്തായിരുന്നു അതിൻ്റെ കാരണം എന്നത് സഹിതം കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന ആവശ്യം ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് ഉയരുകയാണ്. കാരണം SIR നടപ്പാക്കുന്നു, അതിൻ്റെ ഭാഗമായി ലക്ഷക്കണക്കിന് ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് വെളിയിൽ പോകുന്നു. ഈ വെളിയിൽ പോയിട്ടുള്ള ആളുകൾ ബഹുഭൂരിപക്ഷവും 99% ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യേണ്ട ആളുകളാണ് എന്ന വാദമാണ് ഇപ്പോൾ ഉയരുന്നത്. 67 ലക്ഷം മുതൽ 90 ലക്ഷം വരെ വരുന്ന ആളുകൾ പുറന്തള്ളപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് BJPക്ക് വേണ്ടിയാണെന്നും BJPക്ക് വോട്ട് ചെയ്യാത്ത ഇന്ത്യ മുന്നണിയുടെ ജയസാധ്യത വർദ്ധിപ്പിക്കുന്ന ആളുകളാണ് ഇവർ എന്നുമുള്ള ആരോപണങ്ങളാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. തീർച്ചയായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന്മേൽ വ്യക്തമായ ഒരു ഉത്തരം രാജ്യത്തെ ജനങ്ങൾക്ക് നൽകാൻ ബാധ്യസ്ഥരാണ്. ഓരോ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ BJPയെ അനുകൂലിക്കാത്തവരെ, വോട്ടർമാരെ കൃത്യമായി പുറത്താക്കുന്ന നടപടിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ, അത്തരത്തിലാണ് ഓരോ സംസ്ഥാനങ്ങളും പിടിച്ചെടുക്കാൻ BJP ശ്രമിക്കുന്നത് എങ്കിൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഇന്ത്യ മുന്നണി ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. കാരണം ബീഹാറിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 20,000 വോട്ടിൽ താഴെയാണ് ഇന്ത്യ മുന്നണിക്ക് ഭരണം നഷ്ടമായത്. പക്ഷേ ഇത്തവണ ആയപ്പോഴേക്കും എത്ര വലിയ അന്തരമാണ് ഉണ്ടായത്. ആ അന്തരത്തിന് കാരണം എന്താണ്? ആ അന്തരത്തിന് കാരണം കേവലം രാഷ്ട്രീയ പ്രചാരണങ്ങളല്ല, മറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലാണ് എന്ന് കോൺഗ്രസ് ആരോപിച്ചു കഴിഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെ രമേശ് ചെന്നിത്തല പറഞ്ഞത് നമുക്കെല്ലാം ഓർമ്മയുണ്ടാവും, തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ജയിച്ചത് എന്നാണ് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ നിയമ നടപടികൾ കടുക്കുകയാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പൊതുപ്രവർത്തകനായിട്ടുള്ള ബാബു സ്റ്റീഫൻ എന്ന വ്യക്തി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുകയായിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകിയിരിക്കുകയാണ്. ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കണം, വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടുണ്ട്, ശതമാനക്കണക്കല്ലാതെ എത്ര പേർ വോട്ട് ചെയ്തു, എത്ര വോട്ടുകൾ ഉണ്ടായിരുന്നു എന്നതൊക്കെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി ഇത് പ്രസിദ്ധീകരിക്കണം. ഫോം 20 പബ്ലിഷ് ചെയ്യാനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവണം. ഒപ്പം ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആരോപണങ്ങളിന്മേൽ, പരാതികളിന്മേൽ ഒരു വ്യക്തമായ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാണ് അദ്ദേഹം വ്യക്തമായി പറയുന്നത്. ഇത് ഒരു വ്യക്തി, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നൽകിയിരിക്കുന്ന ഹർജിയാണ്. ഇതോടൊപ്പം ഇന്ത്യ മുന്നണിയും കടുത്ത നിയമ പോരാട്ടങ്ങളിലേക്ക് കടക്കുമെന്ന പ്രാഥമികമായ ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ, വിവരശേഖരണങ്ങൾ ഒക്കെ അണിയറയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ഒന്നാകെ അട്ടിമറിക്കുന്ന വിധത്തിലുള്ള ദുരൂഹമായ ഇടപെടലുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് BJPക്ക് വേണ്ടി ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്നും അത് വ്യക്തമായി അന്വേഷിക്കണമെന്നും അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ജനസമക്ഷം അവതരിപ്പിക്കണമെന്നും ബോധ്യപ്പെടുത്തണമെന്നും ഒക്കെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഹർജിയിലുള്ളത്. സമാനമായ രീതിയിൽ തന്നെ ചില നിയമ പോരാട്ടങ്ങളിലേക്ക് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും കടക്കുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ആദ്യ പ്രതികരണം തന്നെ വലിയ ഞെട്ടലുളവാക്കുന്നു, ആശങ്കയുണ്ടാക്കുന്നു എന്നൊക്കെ ആയിരുന്നുവെങ്കിലും അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് നിർണായകമായ പ്രതികരണങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിർണായകമായ ചില പ്രതികരണങ്ങൾ
വരാൻ സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ബീഹാർ തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേന്നാണ് ഹരിയാനയിലെ വോട്ട് ചോരി വിവാദം ഉയർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം വിളിച്ചത്. അതിൽ നിരവധിയായിട്ടുള്ള തെളിവുകൾ അദ്ദേഹം പുറത്തുവിട്ടിരുന്നു. അതിലൊന്നും കൃത്യമായ മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിച്ചിരുന്നില്ല, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്മേലൊന്നും സുവ്യക്തമായ മറുപടി നൽകിയിരുന്നില്ല. എന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിരുന്നില്ല. അതായത് രാഹുൽ ഗാന്ധി വ്യാജ പ്രചാരണമാണ് നടത്തിയതെങ്കിൽ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നീക്കമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെ തീർച്ചയായും നിയമ നടപടികൾ കൈക്കൊള്ളാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിക്കും. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി കോടതിയിൽ പോകുന്നില്ല എന്ന ചോദ്യം പോലെ തന്നെ പ്രസക്തമാണ് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളത്. അതിനുള്ള ഒരു കാരണമെന്ന് പറയുന്നത്, രാഹുൽ ഗാന്ധി ഈ വാർത്താ സമ്മേളനങ്ങൾ നടത്തുമ്പോൾ ഹാജരാക്കുന്ന തെളിവുകളൊക്കെ നിയമപ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഡാറ്റാ ലിസ്റ്റിൽ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് രാഹുൽ എടുത്ത് പുറത്തിടുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യം ചെയ്യേണ്ടത്. അത് ഇതുവരെ നടന്നിട്ടില്ല. എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ എത്ര ശതമാനം പേർ വോട്ട് ചെയ്തു എന്നതിന് പകരം എത്ര ആളുകൾ ഇന്ന സ്ഥലങ്ങളിൽ വോട്ട് ചെയ്തു എന്നതിൻ്റെ കണക്ക് പുറത്തുവിടണം. മറ്റൊരു ഗുരുതരമായ ആരോപണം ഉയരുന്നത് 7,42,00,000 അവസാന വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന സംഖ്യ. അതായത് വോട്ടർമാർ ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് 7,42,00,000 വോട്ടർമാരുണ്ട് എന്നാണ്. പക്ഷേ വോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ 7,45,00,000 പേർ വോട്ട് ചെയ്തു എന്നാണ് വാർത്തകൾ വന്നത്. 3 ലക്ഷം വോട്ടുകൾ അധികമായിരുന്നു. എന്താണ് ഇതിൻ്റെ കാരണം? ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ, തർക്കങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉയർന്നു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണം. 3 ലക്ഷം വോട്ടുകൾ എങ്ങനെ അധികമായി വന്നു തുടങ്ങിയ നിരവധി സംശയങ്ങളും ചോദ്യങ്ങളും RJDയും കോൺഗ്രസും അതുപോലെ തന്നെ നിരവധി സാമൂഹ്യ നിരീക്ഷകരും ഒക്കെ ഉയർത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഹർജി പോയിട്ടുള്ളത്. ഇനി കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഈ വിഷയത്തിൽ എങ്ങനെ ഇടപെടും, ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യും, കൂടുതൽ നിയമ പോരാട്ടങ്ങൾ ഉണ്ടാകുമോ, ഏതൊക്കെ തരത്തിൽ ഇടപെടലുകൾ ഉണ്ടാകും എന്നുള്ളതിലേക്കാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. കേവലം വോട്ട് ചോരി ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് ഗുരുതരമായ ഇടപെടലുകൾ ഈ വിഷയത്തിൽ നടത്താൻ, ശക്തമായ നീക്കങ്ങൾ നടത്താൻ, വോട്ട് ചോരിക്കപ്പുറത്തേക്ക് ഈ പറയുന്ന കണക്കുകൾ ഉൾപ്പെടെയുള്ളവ, ജുഡീഷ്യൽ അന്വേഷണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കോൺഗ്രസും ഇന്ത്യ സഖ്യവും തയ്യാറാകുമോ എന്നുള്ള ചോദ്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും സുപ്രീം കോടതി വഴി നിയമ പോരാട്ടത്തിന് ഒരു പൊതുപ്രവർത്തകൻ രംഗത്തിറങ്ങിയിരിക്കുന്നു. കോൺഗ്രസും പിന്നാലെ ഉണ്ടാകും എന്നതാണ് പുറത്തു വരുന്ന വിവരം.